ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി 3.4 കിലോ വാട്ടിൻ്റെ ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം എൻ്റെ വീട്ടിൽ സ്ഥാപിച്ചു. ടാറ്റയാണ് അതിൻ്റെ ഡെവലപ്പർ. ഈ ഒരു സിസ്റ്റം സ്ഥാപിക്കുന്നതിന് മുമ്പായി KSEB ബിൽ കണക്കാക്കുന്ന രീതി മാറുന്നു എന്ന് പത്രവാർത്തകളിൽ കണ്ടിരുന്നു. അതായത് നിലവിലുള്ള നെറ്റ് മീറ്ററിംഗ് രീതി മാറ്റിക്കൊണ്ട് ഗ്രോസ് മീറ്ററിംഗ് എന്ന രീതിയിലേക്ക് വൈദ്യുതിയുടെ ഉപഭോഗം കണക്കാക്കുന്ന രീതി മാറുന്നു. ആ സമയത്ത് ഈ ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എങ്കിലും അവസാനം ഇത് സ്ഥാപിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ടൈറ്റിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ, സോളാർ ലാഭകരമാണോ അല്ലയോ എന്ന്. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഹോം മെക്കാനിക്കിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സാൻജോ ചെറിയ. കോൺക്രീറ്റ് ബെല്ലാസ്റ്റിൽ ഉറപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് സോളാർ പാനലുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്ട്രക്ചറിന് വേണ്ടി വരുന്ന തുക ലാഭിക്കാനായി പാനലുകളെല്ലാം തമ്മിൽ കണക്റ്റ് ചെയ്ത് DC ഔട്ട്പുട്ട് താഴെ ഇൻവെർട്ടറിലേക്ക് എത്തുന്നു. പാനലുകളുടെ ബോഡി തമ്മിൽ കണക്റ്റ് ചെയ്ത് എർത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ലൈറ്റ്നിങ് അറസ്റ്റും കൂടി പാനൽസിൻ്റെ സെൻട്രലായിട്ടുണ്ട്. അതും താഴെ മുറ്റത്ത് എർത്ത് ചെയ്തിട്ടുണ്ട്. 3.44 കിലോ വാട്ടിന് 8 പാനൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനൽസാണ്. ഇത് ലോ ലൈറ്റ് പെർഫോമൻസ് കൂടുതലുള്ള പാനലാണ്. സോളാർ പാനലുകളിൽ നിന്നുള്ള DC കറണ്ട് താഴേക്ക് വന്ന് ആദ്യമായി AGB, അതായത് അറേ ജംഗ്ഷൻ ബോക്സ് എന്ന് പറയുന്ന DC ഹൈ വോൾട്ടേജ് ജംഗ്ഷൻ ബോക്സിലേക്കാണ് എത്തുന്നത്. അവിടെ നിന്നും അടുത്തതായിട്ട് DC ACI കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇൻവെർട്ടറിലേക്കാണ് എത്തുന്നത്. ഗ്രോവാട്ട് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതിൻ്റെ അടിയിലായിട്ടൊരു വൈഫൈ കോൺഫിഗർ ചെയ്യുന്ന ഒരു ഡിവൈസും ഉണ്ട്. ഇതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ മൊബൈൽ ആപ്പുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് മൊബൈൽ ആപ്പിൽ എല്ലാ സമയത്തും കിട്ടുന്നതാണ്. അപ്പോൾ ഇൻവെർട്ടറിന് ശേഷം അടുത്തതായിട്ട് വീണ്ടും ഒരു ബ്രേക്കർ അഥവാ ഐസൊലേറ്ററിലേക്കാണ് എത്തുന്നത്. ഇവിടെ നമുക്ക് AC കറണ്ട് ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഈ സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു മീറ്ററിലേക്കാണ് വരുന്നത്. എനർജി മീറ്ററിലേക്കാണ് അടുത്തതായിട്ട് എത്തുന്നത്. നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ, ഈ സോളാർ പാനൽ സ്ഥാപിച്ചത് മുതലുള്ള ടോട്ടൽ പ്രൊഡക്ഷൻ അതിനകത്ത് അറിയാൻ സാധിക്കും. അതിനുശേഷം ഒരു ബ്രേക്കർ വരുന്നുണ്ട്. അത് ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ KSEB ആയിട്ടുള്ള കണക്ഷൻ ഡിറ്റാച്ച്ഡ് ആവും. അതിനുശേഷം വച്ചിരിക്കുന്നതാണ് KSEBയുടെ എനർജി മീറ്റർ. ഇത് എക്സ്പോർട്ട് ഇമ്പോർട്ട് മീറ്ററാണ്. നമ്മൾ ഈ സോളാർ പാനൽ സ്ഥാപിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ മീറ്റർ മാറ്റിയിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട്, അതായത് ബൈ ഡയറക്ഷണൽ മീറ്റർ എന്നാണ് ഇതിലെഴുതി വച്ചിരിക്കുന്നത്. ഈ എക്യുപ്മെൻറ്റ്സിനെല്ലാം കൂടി 4 എർത്ത് പിറ്റുകൾ കൊടുത്ത് അതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് സോളാർ പാനലിൻ്റെ ബോഡി എല്ലാം തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു എർത്താണ്. രണ്ടാമത് ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ എർത്ത്. മൂന്നാമത് വരുന്നത്
DC ജംഗ്ഷൻ ബോക്സിൻ്റെ എർത്ത്, നാലാമത് ഇൻവെർട്ടറും JBയും വരുന്ന ഒരെർത്ത്. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ അടിയിലായിട്ട് വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് ഉണ്ട്. അപ്പോൾ അതിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് മൊബൈലിൽ ഒരു ഷൈൻ ഫോൺ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് കാണും. ഇപ്പോൾ മെയിനായിട്ട് കാണുന്നത് ഇന്നത്തെ ഇതുവരെയുള്ള ഒരു പ്രൊഡക്ഷനാണ് 6.3 എന്ന് പറയുന്നത് കാണുന്നത്. അതിൻ്റെ ഗ്രാഫാണ് താഴെ കാണുന്നത്. രാവിലെ ഒരു ഏകദേശം 7 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് പീക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് ബാർകോഡ് രൂപത്തിലും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രൊഡക്ഷൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ 15 യൂണിറ്റിന് മുകളിൽ 17, 18ഒക്കെ കിട്ടിയ ദിവസങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ മാസത്തെ വേണമെങ്കിൽ നമുക്കതും നോക്കാനായിട്ട് സാധിക്കും. ഇനി ഓരോ മാസത്തെ മൊത്തത്തിലുള്ള യൂണിറ്റുകളായിട്ട് അങ്ങനെ നോക്കാം. ഒരു വർഷത്തെ വേണമെങ്കിൽ അങ്ങനെ നോക്കാം. അങ്ങനെ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് നമുക്ക് കിട്ടും. ഇത് നമുക്ക് എവിടെ പോയാലും കിട്ടുന്നതാണ്. സോളാർ സിസ്റ്റത്തിൻ്റെ ഈ ഒരു എനർജി മീറ്ററിലും നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ കാണാൻ പറ്റും. ഇതേ സെയിം റീഡിങ് തന്നെയായിരിക്കും നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേയിലും കാണുന്നത്. ഈ ടുഡേ എന്ന് എഴുതിയിരിക്കുന്ന ഒരു വാല്യൂ ഇന്നത്തെ പ്രൊഡക്ഷനാണ്. ടോട്ടൽ പ്രൊഡക്ഷനാണ് 674.5 എന്ന് പറയുന്നത് കാണുന്നത്. ഗ്രിഡ് വോൾട്ടേജ് 245. ഇപ്പോൾ മാക്സിമം പവർ 1022 വാട്ട്സ്. അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേയിലും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് KSEBയുടെ ബൈഡയറക്ഷണൽ മീറ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ സോളാർ പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഉപയോഗിച്ച ഇമ്പോർട്ട് റീഡിങ് 314 യൂണിറ്റ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ KSEB ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് 513 യൂണിറ്റാണ് KSEBയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ പ്രൊഡക്ഷൻ ഈ സോളാറിൻ്റെ മീറ്റർ 674 യൂണിറ്റാണ് കണ്ടത്. പക്ഷേ ഇത് KSEBയുടെ മീറ്ററിൽ വന്നപ്പോൾ 513 യൂണിറ്റാണ് നമ്മൾ എക്സ്പോർട്ട് കാണിച്ചത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 161 യൂണിറ്റ് എവിടെ പോയി? അത് ശ്രദ്ധിക്കണം. അത് വേറൊന്നുമല്ല, നമ്മുടെ സോളാർ പ്രൊഡക്ഷനുള്ള സമയത്ത് നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ആ 161 യൂണിറ്റ് പോയിരിക്കുന്നത്. അതായത് KSEB ഗ്രിഡിനേക്കാളും വോൾട്ടേജ് കൂടുതൽ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ സൈഡിലായിരിക്കും. അപ്പോൾ അത് എക്സ്പോർട്ട് ആവുന്നതിന് മുമ്പായിട്ട് വീട്ടിൽ ഉപയോഗം ഉണ്ടെങ്കിൽ വീട്ടിലെ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കി മാത്രമേ ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ആവുകയുള്ളൂ. പിന്നെ അതുകൂടാതെ നമ്മുടെ ഇമ്പോർട്ടായിട്ട് കാണിച്ചിരിക്കുന്ന 314 യൂണിറ്റും കൂടെ കൂടിയിട്ട് 314 + 161 അങ്ങനെ 475 യൂണിറ്റാണ് നമ്മുടെ ഈ 1.5 മാസ കാലയളവിലുള്ള നമ്മുടെ ഉപയോഗം. അപ്പോൾ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, സോളാർ എനർജി മീറ്ററിൻ്റെ ഈ ഒരു മീറ്ററിൽ കാണിക്കുന്ന റീഡിങ്ങിൽ നിന്ന് എക്സ്പോർട്ടിൽ നിന്നുള്ള വ്യത്യാസം, അതായത് 161 യൂണിറ്റ് നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള ഉപയോഗമാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യേണ്ടത്. ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ ഓവൻ, മോട്ടർ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ പകൽ സമയത്ത് പ്രൊഡക്ഷനുള്ള സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ലാഭകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഒരു പക്ഷേ KSEB ഗ്രോസ് മീറ്ററിംഗ് രീതിയിലേക്ക് മാറിയാൽ തന്നെ ഈ രീതിയിൽ പ്രൊഡക്ഷനുള്ള സമയത്തുള്ള നമ്മുടെ വീട്ടിലെ ഉപയോഗം ഒരു മീറ്ററിലും അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഇതെപ്പോഴും ലാഭം തന്നെയാണ്. ഇനി മറ്റൊരു പോയിൻ്റ്, നമ്മൾ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെയും
നമുക്കൊരു ഇൻവെർട്ടർ അല്ലെങ്കിൽ ഒരു UPS നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിലുപയോഗിക്കുന്ന ബാറ്ററി നമ്മൾ മാക്സിമം കൂടിയ കപ്പാസിറ്റി അല്ലെങ്കിൽ കൂടുതൽ എണ്ണം ബാറ്ററികൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഗ്രോസ് മീറ്ററിംഗ് രീതിയിലേക്ക് മാറിയാൽ തന്നെ നമുക്ക് രാത്രി സമയം പീക്ക് ലോഡ് വരുന്ന സമയത്ത് മെയിൻ ഓഫാക്കിയിട്ട് ഈ ഒരു UPS ലൈനപ്പ് ചെയ്ത് KSEB ഇമ്പോർട്ട് കുറയ്ക്കാൻ പറ്റും. മിക്കവരും സോളാർ സിസ്റ്റം വയ്ക്കുന്നതിന് മുമ്പായിട്ട് അത് ലാഭകരമാണോ അല്ലയോ എന്ന് കണക്കൂട്ടി നോക്കാറുണ്ട്. അത് നിലവിലുള്ള ബിൽ തുക അനുസരിച്ച് എത്ര വർഷം കഴിഞ്ഞാലാണ് മുടക്കുമുതൽ തിരിച്ചു കിട്ടുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും നോക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. ഈ സോളാർ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉപയോഗം കൂടും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു വൈദ്യുത ബിൽ എത്ര വന്നേക്കാം എന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ പുതിയതായിട്ട് മുടക്കുമുതൽ തിരിച്ചു കിട്ടുന്ന ആ ഒരു കാലയളവ് കണക്കാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കപ്പാസിറ്റി പ്ലാന്റ് സ്ഥാപിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എക്സ്ട്രാ വരുന്ന യൂണിറ്റ് KSEBക്ക് എക്സ്പോർട്ടായിട്ട് നൽകിയിട്ട് അതിൻ്റെ പൈസ വാങ്ങാം എന്ന് കരുതുന്നതിൽ വലിയ കഴമ്പില്ല. കാരണം അത് ചെറിയ പൈസയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര ആവശ്യം വന്നേക്കാം എന്ന് കണക്കാക്കി അതിന് യോജിച്ച രീതിയിലുള്ള ഒരു പ്ലാന്റാണ് സ്ഥാപിക്കേണ്ടത്. എൻ്റെ ഈ ഒരു 3.4 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം സബ്സിഡി തുകയായ 50,000 രൂപ കഴിച്ച് 1,36,000 രൂപയാണ് ടോട്ടൽ ചിലവ് വന്നിരിക്കുന്നത്. ടാറ്റയാണ് ഇതിൻ്റെ ഫുള്ള് കാര്യങ്ങളൊക്കെ ചെയ്തത്. ടാറ്റയുടെ മെറ്റീരിയൽസ് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പാനൽസ് എല്ലാം തന്നെ മോണോപ്പർക്ക് ഹാഫ് കട്ട് എന്ന് പറയുന്ന രീതിയിലുള്ള നല്ല എഫിഷ്യൻസി, ലോ ലൈറ്റ് എഫിഷ്യൻസി ഉള്ള പാനൽസാണ്. ഇതിന് ഓവറോൾ സിസ്റ്റത്തിന് 5 വർഷമാണ് ഗ്യാരണ്ടി പറയുന്നത്. അതിൽ തന്നെ സോളാർ പാനലിന് 25 വർഷത്തേക്ക് പെർഫോമൻസ് ഗ്യാരണ്ടി ഉണ്ട്. എങ്കിലും അവരുടെ സർവീസ് ശരിക്കും നമ്മൾ മടുപ്പിക്കും. കാരണം ആഫ്റ്റർ സർവീസ് അവർക്ക് കുറച്ച് പ്രോബ്ലമായിട്ട് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എങ്കിലും തമ്മിൽ ഭേദം ടാറ്റ തന്നെയാണ് എന്ന് പറയാം. ഒരു സോളാർ പ്ലാന്റ് ഉപയോക്താവ് എന്ന നിലയിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.